മുകേഷ് എം.എൽ.എയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. MLA ആയി തുടരുന്നത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നാണ് CPI വിലയിരുത്തൽ. മുകേഷിനെ രാജിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. മുകേഷ് MLA-ക്കെതിരായ ലൈംഗികാരോപണം സർക്കാരിനും മുന്നണിക്കും നാണക്കേടുണ്ടാക്കിയെന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി 24-നോട് പറഞ്ഞത്. ആരോപണങ്ങൾ മുന്നണിയും സർക്കാരിനും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കുറച്ചൊക്കെ പ്രതിസന്ധി വരുമെന്നുള്ളത് ശരിയാണ്. CPIയുടെ നിലപാട് സഖാവ് ബിനോയ് വിശ്വം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ ഊന്നിപ്പറയുന്നത്, തെറ്റാര് ചെയ്താലും അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണ കമ്മീഷൻ ശക്തമായ നിലയിൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ വിഷയമാണ്. കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ശിക്ഷ ഉറപ്പാണല്ലോ. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇന്നലെ തന്നെ നമ്മൾ CPIയിലെ ചില മുതിർന്ന നേതാക്കളുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം കണ്ടതാണ്. അതിനുശേഷം നടന്ന CPI എക്സിക്യൂട്ടീവിലും ഇതേ തരത്തിലുള്ള വികാരം ഉയർന്നു വന്നു. എന്നാൽ CPIഎമ്മിനെ തൽക്കാലം പ്രതിരോധത്തിലാക്കേണ്ട എന്നൊരു നിലപാട് ബിനോയ് വിശ്വം സ്വീകരിക്കുന്നു. എന്നാലും യോഗത്തിലെ നിലപാട് മുഖ്യമന്ത്രി അറിയിക്കണമെന്ന് ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ CPIഎമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ CPIയുടേത് നിലവിൽ? അനുജ, CPIയുടെ നിലപാട് അത് മുകേഷിൻ്റെ വിഷയത്തിൽ ക്ലിയർ ആണ്. മുകേഷിൻ്റെ രാജിയിൽ കുറഞ്ഞതൊന്നും CPI അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം തന്നെ പരസ്യമായി വിവിധ നേതാക്കൾ അത് പറയുകയും ചെയ്തിരുന്നു. മുകേഷ് രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെക്കണം, അതാണ് ഇടതുപക്ഷ നിലപാട് എന്ന നിലയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം അങ്ങനെ പരസ്യ പ്രതികരണം നടത്തി മുന്നണിയെ പ്രതിരോധത്തിലാക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. അതേസമയം ഈ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംസ്ഥാന സമിതി തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഇന്നലെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന സമീപനമാകും മുകേഷിനെ സംരക്ഷിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ മുകേഷിനെ രാജിവെപ്പിക്കുന്നു അത്രയും ക്ഷീണം മുന്നണിക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് CPIയുടെ നിലപാട്. ആ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഇന്നത്തെ CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ആ വിഷയത്തിൽ തീരുമാനം അറിയിക്കാമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനി രാജയും പ്രകാശ് ബാബുവും ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുകേഷ് രാജിവെക്കണമെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണിയും പറയുന്നത് ആ നിലയിൽ തന്നെ മുകേഷ് ഏതെങ്കിലും തരത്തിലുള്ള രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേണ്ടതാണ്. ആ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഉറപ്പായും ഇന്നത്തെ CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം ചർച്ചയാവും. കാരണം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ CPIയുടെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും ഇന്ന് CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അനുജ, അതാണ് CPI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ സമ്മർദ്ദം കൂടി CPIഎമ്മിന് നിലവിലുണ്ട്. ഇപ്പോൾ CPIഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. നിർണായക തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും.